സൂപ്പർ ലീഗ് കേരള മലബാർ ഡെർബി മലപ്പുറം വേഴ്സസ് കണ്ണൂർ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ആവേശകരമായ മത്സരമാണ് നടന്നത്. ഗോൾ അടിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷേ ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ സീസണിലെ വലിയ വീറും വാശിയും നമ്മൾ കളത്തിൽ കണ്ടൊരു മത്സരമാണ്. ഒരുപാട് താരങ്ങൾ അസാമാന്യമായ പ്രകടനം ഇന്ന് പുറത്തെടുത്തിട്ടുണ്ട്. മാത്രമല്ല ടീമുകൾ വളരെ പ്ലാനോട് കൂടിയാണ്, കരുതലോട് കൂടിയാണ് രണ്ട് ടീമും പരസ്പരം ബഹുമാനത്തോടു കൂടിയാണ് ഇന്ന് കളത്തിൽ ഏറ്റുമുട്ടിയത്. പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരുന്നു, ഗോൾ കീപ്പർമാരുടെ മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കളി നമ്മൾ വിലയിരുത്തുകയാണ്. എനിക്കൊപ്പം ഫസീഹ് ഒപ്പം ഹരികൃഷ്ണൻ ചേരുകയാണ്. മീഡിയ വൺ സ്പോർട്സ് ഡെസ്കിൽ നിന്നുള്ള ഞങ്ങളെ ജേർണലിസ്റ്റുകൾ ചേരുകയാണ്. ആദ്യം ഫസി, കണ്ണൂരിനെ കുറിച്ച് പറയുമ്പം ഞാൻ ആദ്യം പറയുന്നു, ഇന്നത്തെ കണ്ണൂരിൻ്റെ താരം എന്ന് പറയുന്നത് എബിൻ ദാസാണ്. അതായത് ഒരു എന്താ പറയുക, നമ്മൾ ഈ ശരീരം പോലെ മൈതാനം കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൃദയമായിരുന്നു എബിൻ ദാസ്. എല്ലാ വശത്തേക്കും പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, രക്തം പമ്പ് ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു എബിൻ. ഒപ്പം കണ്ണൂരിൻ്റെ ഇന്നത്തെ പ്രകടനം എങ്ങനെ നമുക്ക് വിലയിരുത്താം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എബിനായിരുന്നു മത്സരത്തിലെ കണ്ണൂരിന്റെ കളി നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേറ്റത്തിൽ വലതിലും ഇടതിലും ഒക്കെ മാറി മാറി കൃത്യമായിട്ട് ബോളുകൾ പാസ് ചെയ്തിട്ടുള്ളത് എബിനായിരുന്നു. അതുപോലെ തന്നെ കണ്ണൂരിൽ ഈ മത്സരത്തിൽ കൃത്യമായൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ലൈനപ്പിൽ മാറ്റം വന്നത് സന്ദീപിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ലെഫ്റ്റ് വിംഗ് ബാക്കായി കളിക്കുന്ന താരം ലെഫ്റ്റ് കൊണ്ടും റൈറ്റ് കൊണ്ടും കൃത്യമായി ബോക്സിലേക്ക് പലതവണ ക്രോസുകൾ വായിച്ചു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാൻ ഓഫ് ദ മാച്ച് ആയത് അസറാണ്. അസറിനെ ത്രെറ്റ് ചെയ്യുന്ന ഒരുപാട് ബോളുകൾ കണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് വന്നതിലൊക്കെ സന്ദീപിന്റെ ഒരു ടച്ചും കൂടി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കണ്ണൂർ രണ്ട് ടീമിനെയും ഹോമുകൾ പോയി വിറപ്പിച്ചിട്ടാണ് പോയിന്റ് നേടി മടങ്ങുന്നത്. ഫസ്റ്റ് മത്സരം നമ്മൾ കണ്ടു, തിരുവനന്തപുരത്തോട് 3 പോയിന്റുമായി വന്നു. ഇവിടെ മലപ്പുറത്തിന് വന്ന് മലപ്പുറത്തെ വിറപ്പിച്ചിട്ട് 1 പോയിന്റുമായി പോവുകയാണ്. സത്യം പറഞ്ഞാൽ കണ്ണൂർ എന്താണ്, അല്ലെങ്കിൽ കണ്ണൂരിന്റെ ആപ്തവാക്യം തന്നെ വാഴുക ജയിക്കുക എന്നാ. ഇവിടെ ജയിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, വന്നു വാഴുന്നു. എല്ലാം കൊണ്ടും പൂർണ്ണമായിട്ടും അവരുടെ ആപ്തവാക്യം എന്താണോ അതിന് അടിവരയിട്ട പ്രകടനമാണ് കണ്ണൂർ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. ഇനിയുള്ള മത്സരങ്ങളിലും ഇപ്പം അടുത്ത മാസമാണ് അവർക്കൊരു ഹോം മാച്ച് ഉള്ളത്. അതുവരെയുള്ളതൊക്കെ എവേ മാച്ചുകളാണെങ്കിലും സ്വാഭാവികമായിട്ടും മറ്റു ടീമിനോട് പറഞ്ഞു വെക്കുന്നത് ഇത്രയാണ്: ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോം എന്നോ മറ്റൊരുടെ ഹോം എന്നോ ഒന്നുമില്ല. എവിടെ പോയാലും ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ് തെളിയിക്കും, വിറപ്പിക്കും, കീഴടക്കും എന്നുള്ളതൊരു അടിവരയിടുന്ന പ്രകടനമാണ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം നമ്മൾ ഇന്ന് എടുത്തു പറയേണ്ടത് എബിൻ ദാസിനൊപ്പം തന്നെ ഷിജിൻ, വലത് വിങ്ങിൽ നിന്ന് ഷിജിന്റെ മാരകമായ ക്രോസുകൾ ഉണ്ടായിരുന്നു. എബിൻ അതായത് ഡിഫൻസ് ലൈനിൽ നിന്ന് പന്ത് നേരെ എബിന്റെ കാലുകളിലേക്ക് എത്തുന്നു. എബിൻ അത് രണ്ട് വശത്തേക്കും മറിക്കുന്നു. പക്ഷെ കൂടുതൽ ചേട്ടനോടാണ് സ്നേഹമെന്ന് തോന്നിപ്പോകാൻ. ഷിജിൻ കളിച്ച സമയം മുഴുവൻ ഷിജിന് പന്തുകൾ എത്തുന്നുണ്ടായിരുന്നു. ഷിജിന്റെ ഉഗ്രൻ ക്രോസുകൾ ഉണ്ടായിരുന്നു. മലപ്പുറത്തിന്റെ ഇന്ന് ഗ്രൗണ്ടിൽ അവരുടെ ടാറ്റിക്സിലൊക്കെ വലിയൊരു മാറ്റവും വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഫസ്റ്റ് മത്സരത്തിൽ കണ്ണൂരിന്റെ നമ്മൾ ഫസ്റ്റ് മത്സരത്തിൽ കണ്ടിട്ടുള്ള ഒരു കണ്ണൂരിന്റെ ഒരു മെന്റാലിറ്റി കീപ്പ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും ടാക്ടിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് മത്സരത്തിൽ കണ്ടിട്ടുള്ള ആ ഒരു രീതിക്കല്ല അവരുടെ ഈ സെക്കൻഡ് മത്സരത്തിലുള്ള അറ്റാക്കുകൾ വന്നിട്ടുള്ളത്. പിന്നെ നമ്മളോട് സംസാരിച്ചപ്പം എബിനും ഷിജിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എബിന് കുറച്ചുകൂടി കൂടുതൽ ബോളുകൾ വെക്കും. എന്നാൽ കളിക്കളത്തിൽ കണ്ട് നേരെ തിരിച്ചാണ്. ഷിജിനിലേക്ക് ബോളുകൾ എത്താൻ എബിൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനും അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും കണ്ണൂരിനെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കുക എന്ന് തോന്നുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ മത്സരത്തിലെ സിനാൻ കളത്തിലിറങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു റിസൾട്ടിൽ ഒന്നും കൂടി ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ കണ്ണൂരിനെ കൊണ്ടാവുമായിരുന്നു. വലതുഭാഗത്തു നിന്നുള്ള ക്രോസ് കുറച്ചുകൂടെ കൂടിയേനെ എന്നർത്ഥം. ഓക്കെ, ഹരി മലപ്പുറത്തിന്റെ കളി വിലയിരുത്തും. ഹരി, ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഐത്തറിനെ പുറകോട്ട് കൊണ്ടുവന്നല്ലോ. മിഡ്ഫീൽഡിൽ നിന്ന് കുറെ കൂടി അദ്ദേഹം പുറകോട്ട് വന്നും ഡിഫൻസ് ലൈനിൽ ഉറച്ചു നിൽക്കുന്നതായി കണ്ടു. ഹക്കു, നിതിൻ ഉൾപ്പെടെയുള്ള അവരുടെ പ്രതിരോധ നിര ആടി ഉലയാതെ നിന്നു. പക്ഷെ അപ്പോഴും റോയ് കൃഷ്ണനെ കുറിച്ച് നേരത്തെ പിൻവലിച്ചോ? റോയ് കൃഷ്ണനെ ആദ്യം ഒരു നേരത്തെ പിൻവലിച്ചതായിട്ട് നമുക്ക് തോന്നി. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ റോയ് കൃഷ്ണയും കെനഡിയും ഒരുമിച്ച് മുന്നേറ്റത്തിൽ കളിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ റോയ് കൃഷ്ണനെ മാറ്റിയിട്ടാണ് കെനഡി പോകുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നത് ഈ കെനഡിയും റോയ് കൃഷ്ണനും ഒരുമിച്ച് കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ റോയ് കൃഷ്ണയ്ക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടിയേനെ. ഒരു മിഡ്ഫീൽഡിൽ നിന്നൊരു ഡ്രിബിള് കണ്ടു. റോയ് കൃഷ്ണ സ്വന്തം ഹാഫിൽ നിന്ന് ഡ്രിബിൾ ചെയ്ത് അപ്പുറത്തെ ഹാഫ് വരെ പോകുന്നുണ്ട്. അവിടെ എന്താ വ്യത്യാസം വെച്ചാൽ റോയ് കൃഷ്ണയ്ക്ക് അപ്പോൾ ആ ഒരു മുന്നേറ്റത്തിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ അവിടെ റോയ് കൃഷ്ണയ്ക്ക് സ്പേസ് ലഭിച്ചു. അദ്ദേഹത്തിന് ഓടാനും ഡ്രിബിൾ ചെയ്യാനുള്ള സ്പേസ് ലഭിച്ചു. അപ്പോൾ അങ്ങനെ സ്പേസ് ലഭിക്കണമെങ്കിൽ കെനഡിയും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ മറ്റ് ഡിഫൻഡർമാരുടെ ഫോക്കസ് കെനഡിയിലേക്ക് പോകുമ്പോൾ റോയ് കൃഷ്ണയ്ക്ക് ഒരു സ്പേസ് ലഭിച്ചേനെ. സോ ആ ഒരു മാറ്റത്തിന് നമുക്ക് ചോദ്യം. പക്ഷെ എന്താ ഈ കോച്ചിന്റെ ഒരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗനി നികത്തിനെ കുറച്ച് നേരത്തെ പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വേറൊരു മിഡ്ഫീൽഡറിനെ അല്ലെങ്കിൽ ഈ ബദറിനെയോ അല്ലെങ്കിൽ ഫക്കുണ്ടോ ബെല്ലാഡയോ പിൻവലിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ റോയ് കൃഷ്ണനെ മാറ്റേണ്ടി വന്നത്. അപ്പോൾ അത് ഒരു ടാക്ടിക്കൽ കോച്ചിന്റെ ഡിസിഷനാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനൊരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്
സത്യമാണ്. അതുപോലെ ഐത്തർ പിന്നെ ആ പ്രസന്റേഷനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഡിഫൻസിന് നല്ലൊരു മത്സരമായിരുന്നു, പക്ഷേ അറ്റാക്കിൽ നമ്മൾ അത്ര കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുള്ളത് തുറന്ന് പറയുന്നൊരു കാഴ്ചയും കണ്ടു. അപ്പോൾ അതുതന്നെയാണ് കണ്ടവർക്കും തോന്നിയത്. അറ്റാക്കിൽ ഇത്രയും ഫയർ പവർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഗോളുകൾ വരുന്നില്ല? ആദ്യ മത്സരത്തിൽ പെനാൽറ്റിയിലാണ് ഗോൾ നേടിയത്. ഓപ്പൺ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും ഗോൾ നേടാനും ഒരു ബുദ്ധിമുട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ മാത്രമല്ല, നമ്മളെ ഈ റോയ് കൃഷ്ണയിലേക്ക് പന്തെത്തുന്നില്ല എന്നുള്ള നമ്മുടെ ആദ്യ കളിയിലെ പരാതി അതിപ്പോഴും തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഗനി അഹമ്മദ് നിഗത്തിന്റെ കാലുകളിൽ പന്തെത്തുമ്പോൾ കുറച്ച് വേഗം കുറഞ്ഞതുപോലെ കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ പാസ് ഈ വൺ ടച്ച് പാസുകളൊന്നും അധികം വന്നില്ല. ബോൾ എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, അപ്പോഴത്തേക്ക് ആളുകൾ ഓടിയെത്തുന്നു. മാത്രമല്ല 56-ാം മിനിറ്റിൽ റോയ് കൃഷ്ണയുടെ ഒരു റണ്ണ് നമ്മൾ പറഞ്ഞല്ലോ, ആ റണ്ണ് ചെന്ന് എത്തിയത് ഗനിയുടെ കാലുകളിലാണ്. അത് കൃത്യമായി ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പന്തായിരുന്നു. ഒരു പക്ഷേ അടിച്ചിരുന്നെങ്കിൽ ഈ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോളായിരുന്നു. അപ്പം മലപ്പുറത്തിന് ഇന്ന് ഗോളടിക്കാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യം നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഗനിയിലേക്ക് ബോൾ എത്തുമ്പോൾ ഗനിയെ നല്ലവണ്ണം പ്രസ് ചെയ്ത്, കണ്ണൂരിൻ്റെ ഒരു സ്കില്ലാണ്, ഗനിയിൽ നിന്ന് ബോൾ പെട്ടെന്ന് ഓപ്പോസിറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഫക്കുണ്ടോ പല്ലാവടോ നല്ല രീതിയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു. ബോളുകൾ അവസാന നിമിഷം ഒരു ഫ്ലറി ഓഫ് അറ്റാക്സ് മലപ്പുറത്തിൻ്റെ ഭാഗത്തുണ്ടായപ്പോൾ ഫക്കുണ്ടോ പല്ലാവടോയാണ് ബോൾ റിട്രീവ് ചെയ്ത് കൊണ്ടുവരുന്നതും അറിയണം. അപ്പോൾ ഫക്കുണ്ടോ പല്ലാഡോ എന്ന പ്ലെയറിന്റെ മിഡ്ഫീൽഡ് പെർഫോമൻസ് നല്ലതാണ്. പക്ഷെ ഗനീതികം കുറച്ച് മങ്ങിയോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ കണ്ണൂരിന്റെ ഒരു ടാക്ടിക്സ് ആയിരിക്കാം, ഗനിയിലേക്ക് കൂടുതൽ പ്രസ്സിങ് കൊണ്ടുവരുന്നൊരു രീതിയായിരിക്കാം. അത് ഈ ഐത്തർ പറഞ്ഞ പോലെ അറ്റാക്കിലേക്ക് കണക്ഷൻ കൊണ്ടുവരണം. പക്ഷെ നമ്മുടെ കോച്ച് പറഞ്ഞിട്ടുണ്ട് ഹീസ് എ വിന്നർ എന്നുള്ളത് നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ആം എ വിന്നർ ആൻഡ് ഐ ആം ഹിയർ ടു വിൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു മറുവരുന്ന അല്ലെങ്കിൽ ഗോള് കണ്ടെത്താനുള്ള ഒരു വഴി അദ്ദേഹം കണ്ടെത്തുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് പേരും ജയിക്കാൻ വേണ്ടി കളിച്ചു, രണ്ടുപേരും തോറ്റില്ല എന്നുള്ളതാണ്. രണ്ടുപേരും തോൽക്കാത്ത മത്സരമാണ്. പക്ഷേ നല്ല ഫുട്ബോൾ ജയിച്ച ഒരു മത്സരം കൂടിയാണ്. വളരെ കൃത്യമായ അറ്റാക്ക് ഉണ്ട്. പക്ഷേ ഈ കളി അവസാനിപ്പിച്ച് പയ്യനാട് നിന്ന് ഞങ്ങൾ മടങ്ങുമ്പം 2 നിമിഷങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. 56-ാം മിനിറ്റിൽ റോയ് കൃഷ്ണ ഒരു പടക്കുതിരയെ പോലെ പന്തെടുത്ത് പാഞ്ഞ് ആ ബോക്സിന് തൊട്ടരികെ വീണപ്പോൾ ഗനി അഹമ്മദ് നിഗത്തിന്റെ കാലുകളിൽ നിന്ന് വെടിയുണ്ട ഷോട്ട് പുറത്തേക്ക് പോയ നിമിഷം. മറ്റൊന്ന് നിക്കോയുടെ ഒരു ഹെഡർ, ആ ഹെഡർ അതിമനോഹരമായി അസർ സേവ് ചെയ്യുന്ന ഒരു രംഗം കൂടി നമ്മൾ കണ്ടു. അപ്പോൾ കളി ഇങ്ങനെ തുടരുകയാണ്. മനസ്സിലിങ്ങനെ മായാതെ കിടക്കുന്ന ചില ചിത്രങ്ങൾ കൂടി അവശേഷിപ്പിച്ചാണ് ഇന്നത്തെ മത്സരം അവസാനിപ്പിച്ചത്. തോൽക്കാനില്ല ഞങ്ങൾ എന്ന് പറയുകയാണ് മലപ്പുറം FC-യും കണ്ണൂർ വാരിയേഴ്സും. ഇത് എത്രാമത്തെ മത്സരമായിരുന്നു? സൂപ്പർ ലീഗ് കേരളയിലെ 6ാമത്തെ മത്സരം. മലപ്പുറം FC-യും ഒപ്പം കണ്ണൂർ വാരിയേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും ഗോൾ അടിക്കാതെ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ഒരുപക്ഷെ തുടക്കം മുതൽ ഇരു ടീമും കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ആദ്യ പകുതി പക്ഷേ ഒരല്പം ഗോളടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിലൊക്കെ രണ്ട് ടീമും വലിയ വിമുഖത കാണിച്ചിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള നിരന്തരമുള്ള അറ്റാക്ക് നമ്മൾ കണ്ടു. കണ്ണൂരിൻ്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അവരുടെ മധ്യനിര താരം എബിൻ ദാസ് ആണ്. എബിൻ ദാസ് കൃത്യമായി വലത് വിങ്ങിലേക്കും ഇടത് വിങ്ങിലേക്കും ഒക്കെ പന്തുകൾ കൃത്യമായി തന്നെ നൽകുന്നുണ്ടായിരുന്നു. വലത് വിങ്ങിൽ ഷിജിന്റെ പ്രകടനവും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഷിജിൽ നൽകിയ ക്രോസുകൾ പലപ്പോഴും കണ്ണൂരിന്റെ താരങ്ങൾ അത് പോസ്റ്റിനെ ലക്ഷ്യമാക്കി തൊടുക്കുമ്പോൾ അവിടെ മുഹമ്മദ് അസറിന്റെ പ്രകടനമാണ് പലപ്പോഴും മലപ്പുറത്തിന് രക്ഷയായത്. മുഹമ്മദ് അസർ ഒരു കോട്ട പോലെ നിന്നതുകൊണ്ടാണ് മലപ്പുറത്തിന്റെ പോസ്റ്റിൽ ഗോളുകൾ വീഴാതിരുന്നത്. തിരിച്ചുള്ള ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ തന്നെ റോയ് കൃഷ്ണയിലേക്ക് പന്തെത്തുന്നതിൽ ഇത്തവണ അതേ തന്നെ തടസ്സം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയണം. പ്രത്യേകിച്ച് മധ്യനിരയിൽ നിന്ന് റോയ് കൃഷ്ണയ്ക്ക് പന്തെത്തുന്നതിൽ വലിയ കുറവുകൾ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായതുപോലെ തന്നെ വന്നു. 56-ാം മിനിറ്റിൽ റോയ് കൃഷ്ണയുടെ ഒരു അസാമാന്യ പ്രകടനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പകുതിയിൽ നിന്ന് പന്തെടുത്ത് എതിർ ഗോൾ പോസ്റ്റിന്റെ കണ്ണൂർ ഗോൾ പോസ്റ്റിന്റെ തൊട്ടരികെ എത്തി അദ്ദേഹം ഗോളടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ പാതി വഴിയിൽ തൊട്ടരികെ വെച്ച് അത് നഷ്ടപ്പെട്ടു പോയി. അത് നേരെ ഗനി അഹമ്മദ് നിഗത്തിന്റെ കാലുകളിലേക്കാണ് പോയത്. അത് കൃത്യമായി അത് ഫിനിഷ് ചെയ്യാൻ ഗനിക്കും സാധിച്ചില്ല. എന്നാലും രണ്ട് ടീമുകളും പൊരുതി കളിച്ചു. രണ്ട് ടീമും തോൽക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മലപ്പുറത്തിന് മേലുള്ള ഒരു ആധിപത്യം എന്ന് പറയുന്നത് ഇതുവരെ മലപ്പുറത്തിന് കീഴടക്കാൻ പറ്റാത്ത ഒരു ടീമാണ് കണ്ണൂർ. അത് ഇക്കുറിയും തുടരുകയാണ്. കണ്ണൂരിന് മുന്നിൽ ഒരു കീഴടങ്ങാൻ ഞങ്ങളില്ല എന്ന് പറയുകയാണ് കണ്ണൂർ വാരിയേഴ്സ്. ഇരു ടീമും പൊരുതി കളിച്ചു. സ്വന്തം കാണികൾക്ക് മുന്നിൽ 3 പോയിന്റ് കിട്ടാത്തതിൻ്റെ ഒരു നിരാശയുണ്ട്. പക്ഷേ അപ്പോഴും പരാജയപ്പെട്ടിട്ടില്ല എന്ന് മലപ്പുറവും പറയുകയാണ്. പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്ന് മീഡിയ വണിന് വേണ്ടി മഹേഷ് പോലൂർ.